ഒരു 10-15 വർഷം മുമ്പ് ഒരു കുട്ടിയോട് നീ വലുതാകുമ്പോൾ ആരാകണമെന്ന് ചോദിച്ചാൽ നമ്മൾ കേട്ടിരുന്ന ഉത്തരങ്ങൾ ഡോക്ടർ, എഞ്ചിനീയർ അല്ലെങ്കിൽ പൈലറ്റ് എന്നൊക്കെയായിരുന്നു. എന്നാൽ ഇന്ന് ഒരു പ്ലസ് ടുക്കാരനോട് ആ ചോദ്യം ഒന്ന് ചോദിച്ചു നോക്കിയാൽ ഉത്തരം മിക്കവാറും ഒരു പ്രൊഫഷൻ ആയിരിക്കത്തില്ല, പകരം ഒരു രാജ്യമായിരിക്കും. എനിക്ക് കാനഡയിൽ പോകണം, ഓസ്ട്രേലിയയിൽ പോകണം, UK സെറ്റിൽ ആവണം, ഇതൊക്കെയാണ് ഇന്നത്തെ ട്രെൻഡ്. പണ്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആളുകൾ ഗൾഫിലേക്ക് പോകുമായിരുന്നു. പക്ഷേ അതൊരു താൽക്കാലിക യാത്രയായിരുന്നു. അവിടെ പോയി പണം ഉണ്ടാക്കി നാട്ടിൽ വീട് വെച്ച് അവസാനം പ്രായമാകുമ്പോൾ സ്വന്തം മണ്ണിലേക്ക് തന്നെ അവർ മടങ്ങി വരുമായിരുന്നു. എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ അവിടെ നിന്ന് അവിടെ ജോലി കണ്ടെത്തി അവിടെ തന്നെ സെറ്റിലാവുന്ന അല്ലെങ്കിൽ അവിടെ സ്ഥിര താമസമാക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് വെറും ഒരു യാത്രയല്ല, മറിച്ചൊരു നാടുവിടലാണ്. 2018 കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോയവരിൽ ഒരു 1.25 ലക്ഷം വിദ്യാർത്ഥികളായിരുന്നുവെങ്കിൽ 2023 എത്തിയപ്പോൾ ആ സംഖ്യ ഇരട്ടിയായി. അതായത് ഏകദേശം 2.5 ലക്ഷമായി ഉയർന്നു. കേരളത്തിൽ നിന്ന് കുടിയേറുന്ന മൊത്തം ആളുകളിൽ 11% ഇപ്പോൾ വിദ്യാർത്ഥികളാണ്. കേരളത്തിലെ ഒരു യൂണിവേഴ്സിറ്റിയിൽ 1-ാം വർഷ ഡിഗ്രിക്ക് 5700-ലധികം സീറ്റുകൾ ഒഴിഞ്ഞു കിടന്ന വാർത്ത നിങ്ങൾ കേട്ടിരുന്നു. നമ്മുടെ കുട്ടികൾ ഇവിടുത്തെ അവസരങ്ങൾ വേണ്ടെന്ന് വെച്ച് ലക്ഷങ്ങൾ മുടക്കി പുറത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കാലിയായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പോക്ക് പോയാൽ പ്രായമായവരെ മാത്രം ആശ്രയിച്ച് കഴിയുന്ന ഒരു നാടായി കേരളം മാറും. എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും പോകുന്നത്? വെറുതെ പൈസയ്ക്ക് വേണ്ടി മാത്രമാണോ? നല്ല ജീവിത നിലവാരം, വ്യക്തി സ്വാതന്ത്ര്യം, സുരക്ഷ, ഇതൊക്കെയാണ് അവർ അവിടെ കാണുന്നത്. നമ്മുടെ നാട്ടിലെ കുറഞ്ഞ ശമ്പളവും സദാചാര പോലീസിങ്ങും തൊഴിലില്ലായ്മയും ഒക്കെ അവരെ മടുപ്പിക്കുന്നുണ്ടാകാം. പക്ഷേ ഇതിനൊരു പരിഹാരമില്ലേ? അവിടെയാണ് റിവേഴ്സ് മൈഗ്രേഷൻ എന്ന ഒരു ആശയം, അതല്ലെങ്കിൽ തിരിച്ചൊഴുക്ക് എന്നൊരാശയം പ്രസക്തമാകുന്നത്. ഈ ഒഴുക്ക് തടയാനും പോയവരെ തിരികെ എത്തിക്കാനും സർക്കാർ ചില പദ്ധതികൾ ഇപ്പോൾ തന്നെ ചെയ്യുന്നുണ്ട്. നാട്ടിൽ തിരിച്ചെത്തുന്നവർക്ക് സംരംഭങ്ങൾ തുടങ്ങാൻ നോർക്കയുടെ സഹായത്തോടു കൂടി ലോണുകളും സബ്സിഡിയും നൽകുന്നുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് തന്നെ വിദേശ കമ്പനികൾ ജോലി ചെയ്യുന്ന വർക്ക് ഫ്രം ഹോം സൗകര്യങ്ങൾ കൂടുതലായിട്ട് ഒരുക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് മിഷനെല്ലാം പുതിയ ഐഡിയ ഉള്ളവർക്ക് ബിസിനസ് തുടങ്ങാനായിട്ട് ഒരുപാട് സപ്പോർട്ട് നൽകുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ടൊന്നും റിവേഴ്സ് മൈഗ്രേഷൻ നടക്കുമോ? ഇല്ല. ചില കാര്യങ്ങളിലും കൂടി മാറ്റങ്ങൾ വരണം. അതായത് വിദ്യാഭ്യാസത്തിൻ്റെ മാറ്റം, നമ്മുടെ പഠന രീതി ലോക നിലവാരത്തിലേക്ക് മാറണം. വിദേശ യൂണിവേഴ്സിറ്റികളടക്കം ക്യാമ്പസുകൾ ഇവിടെ വരണം. ബിസിനസ് ചെയ്യലുകൾ എളുപ്പമാകണം. ഒരു ചെറിയ കട തുടങ്ങണമെങ്കിൽ പോലും 10 ഓഫീസ് കയറുന്ന അവസ്ഥ മാറണം. നോക്കുകൂലി പോലെയുള്ള പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇല്ലാതാക്കണം. സ്വാതന്ത്ര്യത്തോടുകൂടി യുവാക്കൾക്ക് പേടിയില്ലാതെ നടക്കാനും ആസ്വദിക്കാനും പറ്റുന്ന ഒരു നൈറ്റ് ലൈഫ്, സുരക്ഷിതമായ സാമൂഹിക സാഹചര്യം ഇവിടെ ഉണ്ടാവണം. റിവേഴ്സ് മൈഗ്രേഷൻ നടന്നാൽ അത് കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റും. വിദേശത്തെ IT കമ്പനികളിൽ ജോലി ചെയ്യുന്നവർക്ക് ഇവിടുത്തെ പച്ചപ്പിലിരുന്ന് ജോലി ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റൽ നൊമാഡ്സ് ആ രീതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. വിദേശത്തെ ആധുനിക കൃഷിരീതികൾ പഠിച്ചു വരുന്നവർ ഇവിടുത്തെ കൃഷിയെ ഒരു വലിയ ബിസിനസ്സാക്കി മാറ്റാൻ സാധിക്കും. പ്രവാസികൾ വെറും നിക്ഷേപകർ മാത്രമല്ല, അവർ നമ്മുടെ നാടിൻ്റെ വളർച്ചയുടെ എഞ്ചിനുകളാണ്. നമ്മുടെ മക്കൾ ഇന്ന് വിമാനം കയറുന്നത് കേരളത്തോടുള്ള വെറുപ്പ് കൊണ്ടല്ല, മറിച്ച് ഇവിടെ അവസരങ്ങൾ കാണാത്തതുകൊണ്ടാണ്. എന്നാൽ ലോകം മാറുകയാണ്. പുറത്തെ രാജ്യങ്ങളിലെ ജീവിത ചെലവ് കൂടുമ്പോൾ പലരും നാട്ടിലേക്ക് തിരികെ വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മുടെ കേരളം വെറും ഒരു വൃദ്ധസദനമായി മാറണോ, അതോ ലോകം ഉറ്റുനോക്കുന്ന ഒരു നോളജ് ഹബ്ബായി മാറണോ എന്നുള്ളത് നമ്മൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങൾ അപേക്ഷിച്ചായിരിക്കും. വിദേശത്തെ ഡിഗ്രിയേക്കാൾ മൂല്യം നമ്മുടെ നാട്ടിലെ തൊഴിലിന് കിട്ടുന്നൊരു കാലം വരണം. കാരണം ലോകത്തിൻ്റെ ഏത് കോണിൽ പോയാലും മലയാളികളുടെ മനസ്സിപ്പോഴും നമ്മുടെ ഈ ചെറിയ പച്ചപ്പിലാണ്. 2050 ഒരു റിട്ടയർമെൻറ്റ് ക്യാപിറ്റലായി മാത്രം കേരളം മാറാതിരിക്കാൻ സർക്കാർ തലത്തിൽ ഇടപെടലുകൾ ശക്തമാക്കണം. ഇതിനായി പുതിയ പോളിസികൾ കൊണ്ടുവരണം. ജീവിത നിലവാരം ഉയർത്താൻ പലതും ചെയ്യാനുണ്ട്. കേവലം വായ്പകൾ നൽകിയതുകൊണ്ട് മാത്രം കാര്യമില്ല. സിസ്റ്റത്തിൻ്റെ മാറ്റം വളരെ രീതിയിൽ നമ്മുടെ സമൂഹത്തിലേക്ക് കൊണ്ടുവരണം. നമ്മുടെ സിലബസുകൾ ആഗോള നിലവാരത്തിലേക്ക് മാറണം. വിദേശ സർവകലാശാലയുടെ ക്യാമ്പസുകൾ കേരളത്തിൽ കൊണ്ടുവരുന്നതിലൂടെ കുട്ടികൾ പുറത്തു പോകുന്നത് ഒരു പരിധിവരെ തടയാൻ സാധിക്കും. ഈസ് ഓഫ് ഡൂയിങ് ബിസിനസിൻ്റെ കാര്യത്തിൽ ഈ മേഖലയിൽ അടുത്തിടെ വലിയ മാറ്റങ്ങൾ വന്നു എന്നുള്ളത് വസ്തുതയാണ്. ഏകജാലക സംവിധാനത്തിലൂടെ ബിസിനസ് തുടങ്ങാനും K-SWIFTിലൂടെ ഓഫീസ് കയറിയിറങ്ങിയുള്ള അലച്ചിലുകൾ ഒഴിവാക്കാനും ഒരു പരിധിവരെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കിടെ കേരളത്തിൽ 3.5 ലക്ഷം MSMEകളാണ് പുതിയതായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത്. ഇതിൽ തന്നെ 31% സ്ത്രീകളാണ് അത് നടത്തുന്നത്. ഇത് കേരളത്തിൻ്റെ ഗ്രാസ് റൂട്ട് ലെവലിലുള്ള എൻ്റർപ്രണർഷിപ്പിൻ്റെ കൾച്ചറൽ മാറ്റമാണ് കാണിക്കുന്നത്. മടങ്ങി വരുന്ന പ്രവാസികളുടെ അനുഭവ സമ്പത്ത് ഉപയോഗിക്കാൻ മെൻറ്റർഷിപ്പ് പ്രോഗ്രാമുകൾ തുടങ്ങണം. അവർ വെറും നിക്ഷേപകർ മാത്രമല്ല, നമ്മുടെ വളർച്ചയുടെ എഞ്ചിനുകളാകണം. റിവേഴ്സ് മൈഗ്രേഷൻ എന്നാൽ ആളുകൾ വെറുതെ നാട്ടിലേക്ക് മടങ്ങുക എന്നല്ല, മറിച്ച് വിദേശത്ത് നേടിയ അറിവും സാങ്കേതികവിദ്യയും മൂലധനവും സ്വന്തം നാട്ടിൽ വിനിയോഗിക്കുക എന്നതാണ്. മികച്ച ഇൻ്റർനെറ്റ് സൗകര്യവും പ്രകൃതി ഭംഗിയുമുള്ള കേരളം വിദേശ കമ്പനികളിൽ ജോലി ചെയ്ത മലയാളി IT പ്രൊഫഷണലുകൾക്ക് നാട്ടിൽ നിന്ന് ജോലി ചെയ്യാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ വിദേശത്തെ ആധുനിക കൃഷിരീതികൾ പഠിച്ചു വരുന്ന യുവാക്കൾക്ക് കേരളത്തിലെ കൃഷി മേഖലയെ ലാഭകരമായ ഒരു വ്യവസായമാക്കി മാറ്റാൻ സാധിക്കും. വിദേശത്തെ ഹെൽത്ത് കെയർ സംവിധാനങ്ങളിൽ പ്രവർത്തിച്ചവർക്ക്
കേരളത്തെ ലോകത്തിൻ്റെ വെൽനസ് ഹബ്ബാക്കി മാറ്റാനുള്ള കരുത്തുണ്ട്. നമുക്ക് വേണ്ടത് വെറുമൊരു മടക്കയാത്രകളല്ല, അഭിമാനത്തോടെയുള്ള മടങ്ങി വരവുകളാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ്? നമ്മുടെ യുവാക്കൾ നാട്ടിൽ നിൽക്കണമെങ്കിൽ ഇനി എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ നാട്ടിൽ വരേണ്ടത്? നിങ്ങളുടെ ചിന്തകളും അഭിപ്രായങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. താങ്ക് യു.